എന്താണ് ഇൻ്റർവെൻഷണൽ റേഡിയോളജി? പൊതുജനങ്ങൾക്കിടയിൽ ഇൻ്റർവെൻഷണൽ റേഡിയോളജിയെ പറ്റിയുള്ള അവബോധം പൊതുവെ കുറവാണ്. ഇതിന് പ്രധാന കാരണം ഇൻ്റർവെൻഷണൽ റേഡിയോളജി താരതമ്യേന പുതിയ മെഡിക്കൽ സ്പെഷ്യാലിറ്റി ആയതും ചുരുക്കം വലിയ ആശുപത്രികളിൽ മാത്രം ലഭ്യമായതിനാലുമാണ്. റേഡിയോളജി അഥവാ സ്കാനിംഗ് വിഭാഗം നമുക്കെല്ലാം സുപരിചിതമാണ്. രോഗനിർണയത്തിൽ പ്രധാന പങ്ക് വഹിക്കുന്ന ഒരു മോഡേൺ മെഡിസിൻ ശാഖയാണ് റേഡിയോളജി. ഇതിൽ വിവിധ സ്കാനിംഗ് ഉപകരണങ്ങൾ, അതായത് എക്സ്റേ, CT സ്കാൻ, MRI, അൾട്രാസൗണ്ട് സ്കാനിംഗ് ഇവയൊക്കെ ഉപയോഗിച്ച് രോഗാവസ്ഥയെക്കുറിച്ച് പഠിക്കുന്നു. ഏത് തരത്തിലുള്ള രോഗമാണെന്നും അത് ഏത് അവയവത്തിലാണ്, അവയവത്തിൻ്റെ ഏത് ഭാഗത്താണ് എന്നും കൃത്യമായി നിർണ്ണയിക്കാൻ റേഡിയോളജി സംവിധാനങ്ങൾ സഹായിക്കുന്നു. ഇത്തരത്തിൽ രോഗാവസ്ഥ എവിടെയാണെന്ന് മനസ്സിലാക്കിയാൽ അതേ സ്കാനിംഗ് ഉപകരണങ്ങളുടെ സഹായത്തോടെ ചെറിയ ഉപകരണങ്ങൾ രോഗമുള്ള ഭാഗത്തേക്ക് കൃത്യതയോടെ ചെറിയ സുഷിരങ്ങൾ വഴി കടത്തി ചികിത്സ നൽകുന്ന ചികിത്സാ വിഭാഗമാണ് ഇൻ്റർവെൻഷണൽ റേഡിയോളജി. എന്താണ് ഇൻ്റർവെൻഷണൽ റേഡിയോളജി ചികിത്സയുടെ സവിശേഷതകൾ? എങ്ങനെ മറ്റ് സർജിക്കൽ ചികിത്സയിൽ നിന്നും വ്യത്യസ്തമാക്കും? ഇൻ്റർവെൻഷണൽ റേഡിയോളജി ചികിത്സയെ മറ്റ് ചികിത്സയിൽ നിന്നും വ്യത്യസ്തമാക്കുന്ന രണ്ട് പ്രധാന ഘടകങ്ങൾ: ഒന്ന്, അത് സ്കാനിംഗ് ഉപകരണങ്ങൾ മെഡിക്കൽ ഇമേജിനിങ്ങിൻ്റെ സഹായത്തോടെ ചെയ്യുന്നു എന്നതും രണ്ട്, ഇത് വളരെ ചെറിയ സുഷിരങ്ങൾ വഴി ചെയ്യുന്നു എന്നതുമാണ്. സാധാരണ സർജറികളിൽ നിന്നും വ്യത്യസ്തമായി ചെറിയ സുഷിരങ്ങൾ വഴി ചെയ്യുന്നതിനാൽ വളരെ ചെറിയ മുറിവ് മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അതുകൊണ്ട് തന്നെ പൂർണ്ണ തോതിലുള്ള മയക്കം, അതായത് അനസ്തേഷ്യ ഇല്ലാതെ ചികിത്സിക്കുന്ന ഭാഗം മരവിപ്പിച്ചാണ് ഇത് മിക്കവാറും ചെയ്യുന്നത്. ഇതുമൂലം ആശുപത്രിവാസം കുറവും സാധാരണ നിലയിലേക്ക് പെട്ടെന്ന് വരുവാനും സാധിക്കുന്നു എന്നുള്ളതാണ്. ഏതെല്ലാം രോഗങ്ങൾ ഇൻ്റർവെൻഷണൽ റേഡിയോളജി വഴി ചികിത്സിക്കാം? തല മുതൽ പാദം വരെയുള്ള വിവിധതരം രോഗങ്ങൾക്ക് ഇൻ്റർവെൻഷണൽ റേഡിയോളജി ചികിത്സ ലഭ്യമാണ്. കുറച്ചു കാലം മുമ്പ് വളരെ ചുരുക്കം ചില രോഗങ്ങൾ മാത്രമേ ഇൻ്റർവെൻഷണൽ റേഡിയോളജി വഴി നല്ല രീതിയിൽ ചികിത്സിക്കുവാൻ സാധിച്ചിരുന്നുള്ളൂ. എന്നാൽ ശാസ്ത്ര സാങ്കേതിക രീതിയുടെ പുരോഗതി മൂലം പല രോഗങ്ങൾക്കും ഇന്ന് ഇത്തരം ചികിത്സ ലഭ്യമാണ്. പ്രധാനമായും രക്തക്കുഴലിനെ ബാധിക്കുന്ന വിവിധ രോഗങ്ങൾക്കും രക്തയോട്ടം കൂടിയ മുഴകൾക്കും ക്യാൻസർ പോലുള്ള മുഴകൾക്കും ഇൻ്റർവെൻഷണൽ റേഡിയോളജി ചികിത്സ ലഭ്യമായിട്ടുണ്ട്. ശരീരത്തിലെ വിവിധ ഭാഗങ്ങളിൽ ഉണ്ടാകുന്ന മുഴകൾ, ഫൈബ്രോയിഡ് അഥവാ ഗർഭാശയ മുഴ, കരളിലെയും തലയിലും കഴുത്തിലുമുള്ള രക്ത ഓട്ടം കൂടിയ മുഴകൾ, എംബോളൈസേഷൻ എന്ന ഇൻ്റർവെൻഷണൽ റേഡിയോളജി ചികിത്സ വഴി നല്ല രീതിയിൽ നിയന്ത്രിക്കുവാനും ഓപ്പറേഷൻ വേണ്ട സാഹചര്യത്തിൽ അതിനു മുന്നോടിയായി രക്തസ്രാവം നിയന്ത്രിക്കുവാനും സാധിക്കുന്നു. ശ്വാസകോശത്തിലെയും തൈറോയിഡിലെയും മറ്റ് മുഴകൾ നേരിട്ട് സൂചി കടത്തി കരിച്ചു കളയുവാനും ഇൻ്റർവെൻഷണൽ റേഡിയോളജി സാധ്യമാണ്. വിവിധ അവയവങ്ങളിൽ രക്തയോട്ടം തടസ്സപ്പെട്ടുണ്ടാകുന്ന രോഗാവസ്ഥകൾ, തലച്ചോറിൽ സ്ട്രോക്ക് അഥവാ മസ്തിഷ്ക ആഘാതം, കൈകാലുകളിലെ രക്തക്കുഴൽ തടസ്സപ്പെട്ടുണ്ടാകുന്ന ഉണങ്ങാത്ത മുറിവുകൾ, നടക്കാൻ ബുദ്ധിമുട്ടുണ്ടാകുന്ന അവസ്ഥ എന്നിവയ്ക്ക് ത്രോംബക്ടോമി, ആൻജിയോപ്ലാസ്റ്റിക്, സ്റ്റെൻറ്റിംഗ് തുടങ്ങിയ ചികിത്സ വഴി നല്ല രീതിയിൽ നിയന്ത്രിക്കുവാൻ സാധിക്കുന്നു. അശുദ്ധ രക്തക്കുഴലിനെ ബാധിക്കുന്ന വെരിക്കോസ് വെയിൻ അസുഖത്തിന് ഓപ്പറേഷൻ ഇല്ലാതെ പിൻഹോൾ സുഷിരങ്ങൾ വഴി ചെയ്യുന്ന ലേസർ സ്കെലറോതെറാപ്പി, ഗ്ലൂ തെറാപ്പി, ലേസർ RFA, മൈക്രോവേവ് അബ്ലേഷൻ ചികിത്സയും സർജറിക്ക് തുല്യമായ രീതിയിലുള്ള രോഗമുക്തി വലിയ മുറിവുകളൊന്നുമില്ലാതെ തന്നെ നൽകുന്നു. അപകടം മൂലം ജീവന് വരെ ഭീഷണി ഉണ്ടാകാവുന്ന ആന്തരിക രക്തസ്രാവത്തിനും ഓപ്പറേഷൻ ഒഴിവാക്കിയോ അല്ലെങ്കിൽ ഓപ്പറേഷൻ സാധ്യമല്ലാത്ത സാഹചര്യങ്ങളിലും ഇൻ്റർവെൻഷണൽ റേഡിയോളജി ചികിത്സ നല്ല രീതിയിൽ ഫലപ്രദമാണ്. രോഗനിർണയത്തിന് കുത്തിപ്പരിശോധന, അതായത് ബയോപ്സി, അത് ആവശ്യമായ ഘട്ടങ്ങളിൽ അത് വലിയ മുറിവില്ലാതെ ചെറിയ സൂചി വഴി സ്കാൻ ഉപയോഗിച്ച് കൃത്യതയോടെ ചെയ്യുവാൻ ഇമേജ് ഗൈഡഡ് നീഡിൽ ബയോപ്സി ഇന്ന് മിക്ക സാഹചര്യങ്ങളിലും സാധിക്കുന്നു. ഇത്തരം ചികിത്സകൾക്കെല്ലാം വളരെ ചെറിയ മുറിവുകൾ മാത്രമുള്ളതിനാൽ ആശുപത്രിവാസം വളരെ കുറവും സാധാരണ ജീവിതത്തിലേക്ക് എളുപ്പം മടങ്ങുവാനും സാധിക്കുന്നു.